വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഏകദേശം 2 മാസത്തോളം ആയി കാണും. എനിക്ക് വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. പക്ഷേ സാരമില്ല, ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പം പൈനാപ്പിളിൻ്റെ സീസൺ അല്ലേ, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വീട്ടിലും പൈനാപ്പിളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ പൈനാപ്പിൾ ഉള്ളവർ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. സോ ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ നല്ല സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ മുഴുവൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ജ്യൂസിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 3 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 5 or 6 ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 കപ്പ് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജ്യൂസിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. സോ ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇനി നമുക്ക് മിക്സി ജാർ അടച്ച് ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുക്കാം. സോ ഞാനൊരു 10 മിനിറ്റ്സ് നല്ല ഹൈ സ്പീഡിൽ തന്നെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. സോ ഇനി ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് അടിയാതെ പോയ വല്ല കഷ്ണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മട്ട് പോലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. സോ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു മട്ട് പോലത്തെ സാധനം. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് കളഞ്ഞേക്കാം. സോ ഞാൻ അരിച്ചു വെച്ച ജ്യൂസ് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരു നല്ല ക്രീമി ടെക്സ്ചർ പോലെ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലും ഒരു 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ജ്യൂസ് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സോ ഞാൻ ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ് ഒരു 3-4 പീസ് പൈനാപ്പിൾ മാറ്റി വെച്ചിരുന്നു. ആ പൈനാപ്പിളിൻ്റെ പീസസ് ഞാനിപ്പോൾ ജ്യൂസിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കാണാൻ രസത്തിന് വേണ്ടി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാണാൻ രസത്തിലല്ലല്ലോ കാര്യം, നമ്മുടെ ജ്യൂസിൻ്റെ ടേസ്റ്റിനല്ലേ. അത് പിന്നെ പറയാനൊന്നും ഇല്ലല്ലോ, സൂപ്പർ അല്ലേ. സോ നമ്മുടെ കുട്ടി ഡെക്കറേഷനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ, ഭയങ്കര എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ കുട്ടി ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. So hope you all enjoyed watching my video. If you give it a big thumbs up, share it with your friends and family, and please do subscribe to my channel. So I'll be back with a new video. Till then, bye bye.